ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ 4ാമത്തെ പാഠമായിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് നോക്കാം. a+ib ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ i എന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ്. ഓക്കെ, അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി, x² = -1 എന്ന ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ x = √(-1) ആയിരിക്കും, സ്ക്വയർ അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ √(-1) നമ്മൾക്ക് മുൻപ് വരെ ഡിഫൈൻഡ് അല്ലായിരുന്നു, അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരമില്ല. പക്ഷേ അങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ ഉണ്ട്, അതാണ് i എന്ന് പറയുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ √(-1) ആണ്. സോ a+ib ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അതിൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം. ഇതിൽ എയിനെയാണ് നമ്മൾ റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്നും ബിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട്, അതായത് ഐയുടെ കൂടെയുള്ള ആളാണ് ഇമാജിനറി പാർട്ട് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിന് 5 + 6i, കാര്യം a+ib ഫോമിലാണ്. സോ ഇറ്റ്സ് കോംപ്ലക്സ് നമ്പർ. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 5നെ എനിക്ക് 5 + 0 എന്ന് എഴുതാം. അപ്പോൾ 5 + 0i കൊടുക്കുക. 0 × i 0 ആണ്. സോ 5 + 0i എന്ന് പറയുന്നതാണ് 5നെ കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐയുടെ വാല്യൂ √(-1) ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ആദ്യം പഠിക്കേണ്ടത്. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അഡീഷൻ. ആഡ് ചെയ്യാൻ സിമ്പിൾ റൂളാണ്. റിയൽ പാർട്സ് രണ്ടും കൂട്ടുക, ഇമാജിനറി പാർട്സ് രണ്ടും കൂട്ടുക. ഓക്കെ, സോ Z1 എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ Z = a+ib, സോ Z ആണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ Z1 ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ആണ് 3 + 4i, സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ ആണ് -4 + 5i. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് റിയൽ കോംപ്ലക്സ് നമ്പേഴ്സ് കൂടി കൂട്ടി, അതിൻ്റെ റിയൽ പാർട്സ് രണ്ടും കൂട്ടുക. 3 + -4 എത്രയാണ്? -1 പ്ലസ് പിന്നെ ഇമാജിനറി പാർട്സ് കൂട്ടുക. 4i 5i, അതായത് 9i. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലോ, സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെ റിയൽ പാർട്സ് തമ്മിൽ കുറയ്ക്കുക, ഇമാജിനറി പാർട്സ് തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ Z1 - Z2 റിയൽ പാർട്സ് തമ്മിൽ കുറയ്ക്കുക പ്ലസ് ഇമാജിനറി പാർട്സ് തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 7 + -1i, അതായത് -i ആണ്, അതായത് 7 - i എന്ന് എഴുതാം. ഓക്കെ, ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. സെറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ട് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആഡ് ചെയ്താലും സെയിം ഉത്തരം കിട്ടുന്നതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് Z1 Z2 കൂട്ടിയാലും Z2 Z1 കൂട്ടിയാലും എനിക്ക് എന്താ സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുക. ഇറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് ആദ്യത്തെ രണ്ടെണ്ണത്തിനാണ് ആദ്യം കൊടുത്തതെങ്കിൽ പിന്നീട് വരുമ്പോൾ പിന്നത്തെ രണ്ടെണ്ണത്തിന് കൊടുക്കുക. അതായത് +Z3 കൊടുക്കുമ്പോൾ ഞാൻ ഇത് രണ്ടിനും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി Z1 + Z2 കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാറി മാറി ബ്രാക്കറ്റ് ഇട്ടാലും വാല്യൂവിന് മാറ്റമില്ല. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് 1നോട് എന്ത് കൂട്ടിയാൽ 1 കിട്ടും? 0 ആണ് ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 0നെ എനിക്ക് കോംപ്ലക്സ് നമ്പർ ആയിട്ട് 0 + i0 എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ്സ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് 1ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഈ 0 കിട്ടും, അത് -1 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് a+ib ഇൻവേഴ്സ്, അത് -a - ib, a+ib അല്ലേ, അപ്പോൾ a - a +ib എന്നുള്ളത് -ib ആയിട്ട് മാറും. അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കോംപ്ലക്സ് നമ്പേഴ്സിനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് മാറും, അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് റിയൽ പാർട്സ് കൂട്ടുക, ഇമാജിനറി പാർട്സ് കൂട്ടുക എന്നുള്ളത്.
മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ നേരെ രീതിക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ചോദ്യം ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ദറ്റ് ഈസ് Z1 ഈക്വൽ ടു 2 + I, Z2 ഈക്വൽ ടു 3 - 4I. അപ്പോൾ Z1 ഇൻറ്റു Z2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + I ഇൻറ്റു 3 - 4I. ഓക്കെ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇത് രണ്ടിനും കൊടുക്കുക, ഇത് രണ്ടിനും കൊടുക്കുക. ഓക്കെ, സോ എക്സ്പാൻഡ് ചെയ്യാം. 2 ഇൻറ്റു 3 6. ഇനി 2 ഇൻറ്റു -4I, അതായത് -8I. I ഇൻറ്റു 3 പ്ലസ് 3I മൈനസ് I ഇൻറ്റു -4I 4I². I ഇൻറ്റു I² 4. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂട്ടി എഴുതാം. -8I പ്ലസ് 3I എന്ന് പറയുമ്പോഴേക്കും -5I. അപ്പോൾ 6 - 5I മൈനസ് 4 ഇൻറ്റു I². I √−1 ആണെങ്കിൽ I² -1 ആയിരിക്കും. സോ 6 - 5I മൈനസ് 4 ഇൻറ്റു -1. ഓക്കെ, അതായത് 6 - 5I പ്ലസ് 4 വരും. ഓക്കെ, അപ്പോൾ 6 + 4 10, 10 - 5I. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇതേ റൂൾ തന്നെയാണ് നമുക്ക് ഡിവിഷനും വരുന്നത്. ഡിവിഷൻ വരുമ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ കമ്മ്യൂട്ടേറ്റീവിലോ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവിലോ ഉണ്ട്. അതായത് Z1 Z2 ചെയ്താലും Z2 Z1 ചെയ്താലും ഒരു ആൻസർ കിട്ടും. അതാണ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അസോസിയേറ്റീവ് ആണെങ്കിൽ Z1 Z2 Z3 ഈക്വൽ ടു Z1 Z2 Z3. ഓക്കെ, ഞാൻ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റ് കൊടുത്താലും പിന്നത്തെ രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റ് കൊടുത്താലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഒരു ഉത്തരമല്ലേ കിട്ടുക. സോ ഇറ്റ്സ് അസോസിയേറ്റീവ് ഐഡന്റിറ്റി. ഇനി എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഇപ്പോൾ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടും? 1 ആണ്. സോ 1 + 0I ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പർ എന്നിവിടെ പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയ്ക്ക് നമ്മൾ സെറ്റ്സ് പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് Z1 ഇൻറ്റു Z2 + Z3. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ Z1 ഇൻറ്റു Z2 Z1 ഇൻറ്റു Z3 കൂട്ടുക. ഓക്കെ, അതായത് പുറത്ത് Z1 രണ്ടിനും ബാധകമാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇനിയുള്ള ടോപ്പിക്കാണ് പവർ ഓഫ് I. Iക്ക് പവർ വന്ന എന്താണ് വരിക എന്ന് നോക്കാം. I എന്ന് പറയുന്നത് √−1 ആണ്, നേരത്തെ പറഞ്ഞു. അപ്പോൾ I² എന്ന് പറയുന്നത് റൂട്ട് പോയി -1. I³ എന്ന് പറയുമ്പോൾ I ഇൻറ്റു -I, അതായത് I⁻1 ഇൻറ്റു I⁻2, ദാറ്റ് ഈസ് -I. I⁻4 ഈക്വൽ ടു 1. ഈ 4 ഐഡന്റിറ്റി അറിയാമെങ്കിൽ, പവർ ഓഫ് I അറിയാമെങ്കിൽ നമുക്ക് ഐയുടെ ഏത് വാല്യൂ ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ I⁻10 ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 10/4 ചെയ്യുക. അപ്പോൾ പവറിന് /4 ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ /4 ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ അതിനെ ഐയുടെ പവറാക്കി എഴുതുക. അപ്പോൾ അത് I² ഈക്വൽ ആയിരിക്കും -1 ആണ് എൻ്റെ ആൻസർ. അപ്പോൾ I⁻32 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. ഇത് കിട്ടും. അതായത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്. 4 റെക്കർ ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി I⁻35 35നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6 7 8 വരും, 32 3. അപ്പോൾ അതിന് ഐയുടെ പവറാക്കി എഴുതുക. അപ്പോൾ I³ -I എന്ന് കിട്ടും. ഓക്കെ, I⁻19. അപ്പോൾ 19നെ പോസിറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, 16, ബാക്കി 3 കിട്ടും. അത് ഐയുടെ പവറാക്കി എഴുതുക. അപ്പോൾ -I. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ്. ഐയുടെ ഏത് പവർ വന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ I⁻2000 എന്ന് പറയുന്നത് എത്രയായിരിക്കും? /4 ഒന്നുമില്ല, സോ 1. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. ഇനി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് B² - 4AC കേസിലൊക്കെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാണ് പഠിച്ചത്. പക്ഷെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിന് അതിന് സൊല്യൂഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. √−3 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെനിക്ക് √3 ഇൻറ്റു √−1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ √3 -1 ഇപ്പോൾ I ആണ്. സോ √3I ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ √3I സ്ക്വയർ ചെയ്താൽ √−3 കിട്ടും. പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് A + IB ഫോമിൽ
എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അതായത് -5i ഇൻറ്റു 5+3iനെ a+ib ഫോമിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ -25i പ്ലസ് 3 × -5 -15i². ഓക്കെ, -25i പ്ലസ് -15i² എന്ന് പറയുമ്പോൾ -1 ആണ്, ഇൻറ്റു -1. ഓക്കെ, എന്നിട്ട് -25i പ്ലസ് 15, അതായത് 15 - 25i. ഓക്കെ, അത് a+ib ഫോമിലായിട്ടുണ്ട്. ഓക്കെ, a+ib -25 രീതിയിൽ. ഓക്കെ, ഇനി ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവിഷൻ ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്, അതായത് ഓപ്പോസിറ്റ് എടുത്തിട്ട് 2+i ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് 2 - i, നേരെ തിരിച്ച് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. ഡിവിഷന്റെ കടക്കാം. z1 = 6 + 3i, z2 = 2 - i. സോ z1/z2 ചെയ്യാം, അതായത് 6 + 3i/2 - i. അപ്പോൾ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴത്തും. ഓക്കെ, ഇത് സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാം. 6 × 2 12, 6 × i 6i, 3i × 2 6i, 3i × i 3i² by 2 × 2 + i × 2 - i എന്ന് പറയുന്നത് 2² - i². a + b × a - b = a² - b². അതുപോലെ ചെയ്യാം. അപ്പോൾ 12 + 12i + 3i² by 4 - -1. ഓക്കെ, അപ്പോൾ 12 + 12i + 3 × -1 എന്ന് പറയുന്നത് -3/5 ആണ്. ഓക്കെ, അപ്പോൾ 12 - 3 9 + 12i / 5. 5 രണ്ടിനും കോമൺ ആണ്, സോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 9/5 + 12i/5, അത് a+ib ഫോമിലാണ്. സോ അപ്പോൾ നമുക്ക് ഡിവിഷനും കിട്ടി. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡുലസും കോൺജുഗേറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറാണ് z = a+ib. ഓക്കെ, അപ്പോൾ z-ന്റെ മോഡുലസ് എന്ന് പറയുന്നത് a² + b² റൂട്ടാണ്. അതാണ് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇനി കോൺജുഗേറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ z ഇട്ടിട്ട് മുകളിൽ ഒരു ഡാഷ് പോലത്തെ ചിഹ്നം, ഒരു ബാർ പോലെ, ഇത് z⁻ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ z⁻ = a+ib ആണെങ്കിൽ ഇത് നേരെ തിരിച്ച് a - ib ആയിരിക്കും z-ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് ഐഡന്റിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐഡന്റിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ a+b² ഒക്കെ പോലെ തന്നെയാണ്. z1 + z2 2, a+b². ഇപ്പം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും z21 + 2z1 z2 + z2², a² + 2ab + b² രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം, നേരെ തിരിച്ചും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ z കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെ എയും ബിയും ഇട്ടിട്ടാണെങ്കിലും ചെയ്യുക. ഓക്കെ, ഇത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ടാണ് z ഇട്ട് ചെയ്യുന്നത്. z²1 - 2z1 z2 + z2². ഓക്കെ, പിന്നെ z1² - z2², അതായത് a² - b² = a+b × a - b. അതൊരു ഐഡന്റിറ്റിയാണ്. പിന്നെ ഉള്ളത് ക്യൂബാണ്. ക്യൂബിനെ പറ്റിയിട്ട് ഹൈസ്കൂളിൽ വലിയ ഇത് കിട്ടുന്നില്ല, ഇപ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് അറിവ് ലഭിക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ z1 + z2 3 z³ 1 + 3z² 1 z2 + 3z1 z2 2 + z3². ഓക്കെ, മൈനസ് ആകുമ്പോൾ ഓൾട്ടർനേറ്റീവ്ലി പ്ലസും മൈനസും കൊടുക്കുക. ഓക്കെ, മൈനസ്, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ പ്ലസ് മൈനസ്. അപ്പോൾ അതിൻ്റെ ഇതായി. ഇനി നമുക്ക് അടുത്ത പാർട്സിൽ വരുന്നത് കോംപ്ലക്സ് നമ്പറിന് a+ib ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.